അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ്. സഹീഹ് തർഗീബ് വതർഹീബിൽ കിതാബ് സ്വലാത്തിലെ അടുത്ത ബാബ് തർഗീബ് ഫീ വസ്ലി സുഫൂഫി വസദ്ദിൽ ഫുർജ്. സുഫുകൾ അടുപ്പിക്കുന്നതിൻ്റെയും ചേർത്ത് വെക്കുന്നതിൻ്റെയും അതുപോലെ വിടവുകൾ സഫിലെ വിടവുകൾ നികത്തുന്നതിനെയും അതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകൾ. عن عائشة رضي الله عنها عن رسول الله صلى الله عليه وسلم قال إن الله وملائكته يصلون على الذين يصلون الصفوف. അള്ളാഹു സുബ്ഹാനഹു വതആലയും മലക്കുകളും സ്വലാത്ത് ചൊരിയുന്നു ആരാണോ സഫുകളെ ചേർക്കുന്നത് അഥവാ വിടവില്ലാതെ സഫുകളെ അടുത്ത് നിൽക്കുന്നത് ആരാണോ അവരുടെ മേലെ സ്വലാത്ത് ചൊരിയുന്നു. അള്ളാഹു സ്വലാത്ത് ചൊരിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ പറ്റി ആകാശലോകത്ത് പരാമർശിക്കുന്നു. മലക്കുകൾ സ്വലാത്ത് ചൊരിയുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സഫിന് ഇടയിലുണ്ടായിരുന്ന വിടവുകൾ അല്ലെങ്കിൽ ആ സഫിലുള്ള ആളുകൾ തന്നെ അടുത്ത് നിന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലമുണ്ട് എങ്കിൽ അതിലേക്ക് കയറി നിന്നുകൊണ്ടോ ആ സഫുകൾ പൂർത്തീകരിക്കേണ്ടതാണ്. വേറൊരു റിവായത്തിൽ ഇത്ര കൂടിയും അധികരിപ്പിച്ചു വന്നിട്ടുണ്ട്. വമൻ സദ്ദ ഫുർജതൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജതൻ. ആരാണോ സഫുകൾക്കിടയിലുള്ള ഒരു വിടവിനെ നികത്തുന്നത്, അവിടെ കയറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അത് നികത്തുന്നത്, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദറജ ഉയർത്തുന്നതാണ് എന്ന്. وعن البراء بن عازب رضي الله عنه قال كان رسول الله صلى الله عليه وسلم يأتي الصف من ناحية إلى ناحية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ സഫിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വരാറുണ്ട്. അതായത് സഫിന്റെ ഇടയിലൂടെ നടക്കാറുണ്ട്. ഫയംസഹു മനാകിബനാ ഔ സുദൂറനാ. സ്വഹാബികൾ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നിട്ട് ഞങ്ങളുടെ തോളും അതുപോലെ തന്നെ ഞങ്ങളുടെ നെഞ്ചുമെല്ലാം ഒരേപോലെയാണ്, വളഞ്ഞിട്ടില്ല, എല്ലാവരും ഒരുപോലെയാണ് നിൽക്കുന്നത് എന്ന നിലക്ക് ആക്കി നിർത്തുമായിരുന്നു. വയഖൂൽ, എന്നിട്ട് പറയാറുണ്ട്, ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബകും. നിങ്ങൾ ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിക്കരുത് അഥവാ നേരെയല്ലാതെ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ നിങ്ങളുടെ കൽബുകളും അതുപോലെ ഭിന്നിച്ചു പോകും. ഖാല വകാന യഖൂൽ, ഇത്ര കൂടി പറയാറുണ്ട്, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലല്ലദീന യസിലൂന അസ്സുഫൂഫൽ അവ്വൽ. ഒന്നാമത്തെ സഫ് പൂർത്തീകരിച്ച് പിന്നെ അടുത്ത സഫ് പൂർത്തീകരിച്ച് അങ്ങനെ സഫ് നിൽക്കുന്ന ആളുകളുടെ മേലെ അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊരിയുന്നുണ്ട് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അപ്പോൾ ഇമാമ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആളുകളുടെ സൊഫ് നേരെയാണ് എന്നുള്ളത്. ഇന്ന് ഒന്നുകൂടി സൗകര്യമുണ്ട്. നമ്മൾ പറഞ്ഞു, ഇന്ന് സൊഫിന്റെ അടയാളമായിട്ട് നമുക്ക് ഇങ്ങനെ സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ വളയാതെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സൊഫിന് നേരെയാണോ എന്ന് പ്രത്യേകിച്ചും അന്ന് എന്തില്ല, ഇങ്ങനെ സൗകര്യമില്ല. വെറും മണലോ ചരൽക്കല്ലുകളോ മാത്രമാണുള്ളത്. അപ്പൊ അതിൽ ആ സൊഫിന് നേരെയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫുകളുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് ഓരോരുത്തരും നേരെയാക്കി നിർത്താറുണ്ടായിരുന്നു. وعن عبد الله بن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال من وصل صفا وصله الله ومن قطع صفا قطعه الله. ആരാണോ സഫിനെ ചേർക്കുന്നവൻ അവനുമായി അള്ളാഹുവും ചേർക്കും, അതുപോലെ തന്നെ ആരാണോ അത് മുറിക്കുന്നവൻ അവനുമായി അള്ളാഹു മുറിക്കും. അഥവാ അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ പ്രതിഫലം എന്നീ കാര്യങ്ങളാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സഫ് ചേർക്കുക, സഫ് അടുപ്പിച്ച് നിർത്തുക എന്നുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം പ്രതിഫലം ലഭിക്കാനുള്ള ഒരു കാരണവും അതിനെ ശ്രദ്ധിക്കാതെ വിടവോടുകൂടി അത് മുറിച്ചു കളയുക എന്നുള്ളത് അത് ലഭിക്കാതെ പോകാനുള്ള ഒരു കാരണവുമാണ്. وعن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم പറഞ്ഞു, ഖിയാറുക്കും അല്യനുക്കും മനാകിബ ഫിസ്സലാ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ തൊട്ടടുത്ത തന്റെ സഹോദരനുമായിട്ട് തോളിനെ ചേർത്ത് വെക്കുന്ന, നേരാവണ്ണം വെക്കുന്ന ആളുകളാണ്. വമാ മിൻ ഖുത്വത്തിൻ അഅ്ളമു അജ്റൻ മിൻ ഖുത്വത്തിൻ. ഒരാൾ വെക്കുന്ന കാലടിയിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മഹത്തമായിട്ടുള്ള കാലടി എന്ന് പറയുന്നത് മശാഹ റജുലുൻ ഇലാ ഫുർജത്തിൻ ഫിസ്സഫി ഫസദ്ദഹ. നിസ്കാരത്തിന് വേണ്ടി സഫ് നിൽക്കുമ്പോൾ തന്റെ മുൻപിലുള്ള സഫിൽ ഒരു വിടവ് കണ്ട്
അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന കാലടിയാണ് ഒരാൾ വെക്കുന്ന കാലടിയിൽ ഏറ്റവും മഹത്വമേറിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അഥവാ മുമ്പിലൊരു സഫിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട് എങ്കിൽ അതിലേക്ക് കയറി നിൽക്കുക എന്നുള്ളത്, അതിനുവേണ്ടി വെക്കുന്ന ആ കാലടി വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, മഹത്വമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم عائشة رضي الله عنها ذكرنا حديث നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സദ്ദ ഫുർജതൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജതൻ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും മുന്നിലുള്ള സഫിലെ വിടവ് നികത്തിക്കഴിഞ്ഞാൽ, അതിലേക്ക് കയറി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അവർ തന്നെ ചേർന്ന് നിന്നുകൊണ്ടോ ആ വിടവ് നികത്തിക്കഴിഞ്ഞാൽ അവന്റെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. അതുപോലെ തന്നെ അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. മറ്റൊരു ഹദീസിൽ അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഖാല വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന അല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ ലദീന യസിലൂന സുഫൂഫൽ അവൽ. നമ്മൾ നേരത്തെ പറഞ്ഞു സുഫുകൾ ചേർക്കുന്നവർക്കുള്ള കാര്യം. വമാ മിൻ ഖുത്വത്തിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖുത്വത്തിൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാലടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യംശീഹൽ അബ്ദു യസിലു ബിഹ സഫൻ, സഫ് ചേർക്കാൻ വേണ്ടി ഒരടിമ മുന്നോട്ട് വെക്കുന്ന കാലടിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാലടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിസ്കാരത്തിലും പ്രത്യേകമായിട്ട് ഇനി യുദ്ധ സന്ദർഭത്തിൽ സഫായി നിൽക്കുമ്പോൾ അപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ട് വെക്കുന്ന ആ കാലടിക്ക് അത്രയും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാലടിയാണ് എന്നുള്ളത്. സഫ് നിൽക്കുന്ന നിസ്കാരത്തിൽ പ്രത്യേകമായിട്ടും ഇനി യുദ്ധ സന്ദർഭത്തിലോ അതുപോലെ സഫായി നിൽക്കുന്ന സന്ദർഭത്തിലെല്ലാം അതിനെ നേരെ നിൽക്കുക എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മളെല്ലാവർക്കും അല്ലെങ്കിൽ പലർക്കും സംഭവിച്ചു പോകുന്നൊരു കാര്യം, നമ്മൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒന്നാമത്തെ സഫിലേക്കോ അല്ലെങ്കിൽ അധികം ഒന്നാമത്തെ സഫിലേക്ക് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആൾക്ക് നിൽക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവൂല. പക്ഷെ നമ്മളെന്ത് ചെയ്യും, ആ ഒരു ചെറിയ ഭാഗം കാണുമ്പോഴേക്കും നമ്മൾ കയറി നിൽക്കും. അപ്പോൾ ആ ഒരു പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സഫിലുള്ള എല്ലാവർക്കും പിന്നെ നേരെ നിസ്കരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, നേരെ തശഹുദിനിരിക്കാൻ പറ്റാത്ത ആ ഒരു തിരക്കി ആകുന്നൊരവസ്ഥയാണ് പിന്നീട് ഉണ്ടാവുക. അപ്പോൾ ഒരു ഫضല് കിട്ടുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു മുസ്ലിമിനെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്ഥലം ഉണ്ട്, നമുക്ക് നിൽക്കാനുള്ള സ്ഥലം ഉണ്ട് എങ്കിൽ നമ്മൾ കയറി നിൽക്കണം. ഇനി നമ്മളെക്കാൾ ചെറിയൊരു ആൾക്കാണെങ്കിലും നിൽക്കാൻ സ്ഥലം ഉള്ളൂ എങ്കിൽ അയാൾ അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. അതൊരിക്കലും അവർ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലാതെ ചെയ്യുന്നത്. അവർ ആ ഒന്നാമത്തെ സഫിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ചെയ്തു പോകുന്നതാണ്, കാരണം ആ ഒരു പ്രതിഫലം ലഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ ഒരു കാര്യം പലപ്പോഴും ശ്രദ്ധിക്കണം. ആരും പറയില്ല, ബാക്കിയുള്ളവരൊക്കെ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടാവും, കയറി നിന്നുകൊണ്ട് ഇങ്ങനെ ആയല്ലോ, ശരിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, തശഹുദിന് ഇരിക്കാൻ പറ്റുന്നില്ല, ശരിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ ആരും പറയില്ല, കാരണം പറയാൻ ആർക്കും തോന്നില്ല, അവരുടെ ലജ്ജ കാരണം അവർ പറയില്ല. അപ്പോൾ ആ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ ഒരു പ്രതിഫലം ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ മുന്നിലോട്ട് കയറി നിന്നിട്ട് വേറൊരാൾക്ക് എന്തുണ്ടാവാൻ പാടില്ല, ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ മഹത്വമുള്ള കാര്യമാണ് സഫ് ചേർക്കുക, സഫിലെ വിടവ് നികത്തുക എന്നുള്ളതെല്ലാം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാലടിയും വെക്കുന്നതും അതുപോലെ തന്നെ മഹത്തരമായിട്ടുള്ള കാര്യവുമെല്ലാമാണ്. അപ്പോൾ ഒന്നാമത്തെ സഫ് കിട്ടാൻ ശ്രദ്ധിക്കണം, വിടവുകൾ നികത്താൻ ശ്രദ്ധിക്കണം, സഫുകൾ ചേർക്കണം, സഫുകൾ നേരെ ചൊവ്വെ വളയാതെ നിൽക്കാനെല്ലാം ശ്രദ്ധിക്കണം. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.